അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമദാൻ 17. മഹാന്മാരായ ബദരീങ്ങളെ ലോകമെങ്ങും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി വീടും കുടുംബവും സ്വശരീരം പോലും മറന്ന് ശത്രുക്കളോട് പടപൊരുതി സമരം ചെയ്ത് വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പ് കാത്തുസൂക്ഷിച്ച 300 ചൊല്ലാനും വരുന്ന മഹാന്മാരായ അസ്ഹാബുൽ ബദർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശക്തവും തീവ്രവുമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കുരമ്പുകളും തിറയഭിഷേകങ്ങളും അടക്കം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ത്യജിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ ഒടുവിൽ അള്ളാഹുവിൻ്റെ സമ്മതം വരുന്നു. ഉദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്ന അല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇതോടുകൂടി ബദറിൻ്റെ സമരപോർക്കളത്തിലേക്കുള്ള ആക്കം കൂട്ടുകയും തൻ്റെ കൂടെയുള്ള അനുയായികളായ സ്വഹാബത്തിനെ തൻ്റെ കൂടെ സമരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആരും മാറി നിൽക്കുകയല്ല ചെയ്തത്. ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ എന്നർത്ഥത്തിൽ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ പ്രായം നോക്കി, അവശതകൾ നോക്കി അവരെല്ലാം മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയവർ. എന്നാൽ 16 വയസ്സിൽ താഴെയുള്ള പല സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തുമെന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയും കൂടെ വന്ന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കണമെന്ന ചിന്തയോടെയും ആഗ്രഹത്തോടെയും കൂടെ പോകുന്നതും ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ബദറിൻ്റെ പോർക്കളത്തിലേക്ക്, സമരവീര്യ പോരാട്ടത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ വഴിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നീങ്ങിയ രംഗം ചരിത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റ് ഉരുവിട്ടുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി, സ്വഹാബത്തിന് വിജയം കൈവരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദുആകൾ, പ്രാർത്ഥനകളെല്ലാം ചരിത്രം പറയുന്നുണ്ട്. പാറ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് നിലനിൽക്കുകയും ഉറച്ചു നിൽക്കുകയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ മൂസ അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറയുന്നത് പോലെ പറയാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ജീവൽ ത്യാഗം ചെയ്തവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. 14 പേരാണ് അന്ന് ബദറിൻ്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചതെങ്കിൽ 313ഓളം വരുന്ന സ്വഹാബത്ത് പലപ്പോഴായാണ് ബാക്കിയുള്ളവർ വഫാത്തായി പോയതെങ്കിലും അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ബദരീങ്ങൾ എന്ന മഹത്വം അല്ലാഹു തആല നൽകുകയും യഅ്മലൂ മാ ശിഅ്തും അന്നീ ഖദ് ഗഫർതു ലക്കും, നിങ്ങൾ ആവശ്യമുള്ളത് ചെയ്തു കൊള്ളുക, എല്ലാം നാം പുറത്തിരിക്കുന്നു എന്ന സുവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സ്വഹാബത്തിന് നൽകപ്പെട്ടതും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് ശത്രുപക്ഷത്ത് നിന്ന് 70-ലധികം ആളുകൾ ആ രണാങ്കണത്തിൽ അവരുടെ ജീവൻ അപഹരിക്കപ്പെടേണ്ടി വന്നു എങ്കിൽ പരിശുദ്ധമായ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വിജയം അത് ക്ഷമയുടേതായിരുന്നു, സമാധാനത്തിൻ്റേതായിരുന്നു, പരിശുദ്ധ ഇസ്ലാമിൻ്റേതായിരുന്നു. ബദർ നമുക്ക് നൽകുന്ന പാഠങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്, അങ്ങേയറ്റത്തെ ക്ഷമ, എന്തും ത്യജിക്കാനുള്ള ത്യാഗോജ്വലമായ മുന്നേറ്റത്തിൻ്റെ മാനസികമായ അവസ്ഥ, ഇതൊക്കെയാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. ആധുനിക കാലത്ത് ബദരീങ്ങളെ നമ്മൾ വളരെയധികം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് സഹായവും മോചനവും ലഭ്യമാകുന്നതിന് വേണ്ടി അവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കരണീയമായിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏതേത് പ്രവർത്തനങ്ങളെയും സമരപോർക്കളങ്ങളെയും നമ്മൾ ആലോചിക്കുമ്പോൾ ശത്രുക്കൾ ചീറിപ്പാഞ്ഞു വന്നപ്പോഴുമെല്ലാം അവർ അതിനെ സന്തോഷത്തോടെ എതിരേറ്റ ചരിത്രമേ നമുക്ക് കാണാനുള്ളൂ. അങ്ങനെ രക്തസാക്ഷിത്വത്തിൻ്റെ പട്ടിക ധാരാളം നമുക്ക് കാണാൻ കഴിയും. തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച പടച്ചട്ട ദേഹത്തണിയിച്ചിട്ടാണ് മഹാനരായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊന്നത്. ചുട്ടുപഴുത്ത മണലിൽ കിടത്തി സ്വകാര്യ ഭാഗത്തേക്ക് ഇരുമ്പ് കമ്പി കുത്തിയിറക്കിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ ശത്രുക്കൾ കൊന്നത്. ശരീരത്തിൽ കല്ല് കെട്ടിവെച്ച് വസ്ത്രമുരിഞ്ഞ് മരുഭൂമിയിൽ കിടത്തി ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ടാണ്
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ദ്രോഹിച്ചത്. തെരുവ് കുട്ടികൾ പോലും അദ്ദേഹത്ത് പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. മക്കയിലെ സമ്പന്നനും പൗരപ്രമുഖനുമായിരുന്നിട്ടും വിശ്വാസിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിരുന്നു. കാരണം വിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ. അപ്പോഴൊന്നും സ്വഹാബത്ത് പ്രതികാരം ചെയ്യാൻ പോയിട്ടില്ല. റബ്ബ് കൂട്ടിനുണ്ട് എന്ന വിശ്വാസത്തിൽ എല്ലാവരും ക്ഷമിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബദർ നൽകുന്ന പാഠം ക്ഷമയാണ്. ക്ഷമയോടെ ഈ ആധുനിക കാലത്തും വിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു തുണ നൽകുമാറാവട്ടെ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.